അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ ദുഖാൻ ഖുർആനിലെ 44-ാമത് അധ്യായമാണ്. ഈ അധ്യായത്തിലെ 16 വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 17 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചിരുന്ന, പരലോകത്തെ തള്ളിപ്പറഞ്ഞിരുന്ന ആളുകൾക്ക് നൽകുന്ന വ്യക്തമായ ചില മുന്നറിയിപ്പുകളാണ് കഴിഞ്ഞ സൂക്തങ്ങളിൽ നാം പഠിച്ചു കഴിഞ്ഞത്. ശേഷം മൂസാ നബിയെക്കുറിച്ചും ഫറോവയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. വലിയ ധാരാളം പാഠങ്ങൾ മൂസാ നബിയുടെ ചരിത്രത്തിലുണ്ട്. ഒരു പ്രവാചകനെ നിഷേധിച്ച ആളുകൾക്ക് എങ്ങനെയാണ് നാശം സംഭവിച്ചത് എന്ന് വളരെ മനോഹരമായി പഠിപ്പിക്കുന്നു. ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളുടെ നിലപാടുകൾ എന്തായിരുന്നുവെന്നും അങ്ങനെയുള്ള നിലപാടുകൾ അവർ സ്വീകരിക്കാൻ കാരണമെന്ത് എന്നും ഖുർആൻ ധാരാളം സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പേര് പരാമർശിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. 17-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, വലഖദ് ഫതന്ന ഖബ്ലഹും ഖൗമ ഫിർഔന വജാഅഹും റസൂലുൻ കരീം. ഇവർക്ക് മുമ്പ് ഫറോവൻ സമുദായത്തെ നാം ഇതേ പരീക്ഷണത്തിൽ അകപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ അതിശ്രേഷ്ഠനായ ഒരു ദൈവദൂതൻ ആഗതനായി. ഫതന്ന, ഫിത്ന എന്നൊക്കെ പറഞ്ഞാൽ പരീക്ഷണം, പരീക്ഷിച്ചു എന്നാണ് അർത്ഥം. ഖബ്ല, മുമ്പ്. അവരിലേക്ക് വജാഅഹും റസൂലുൻ കരീം, അതിശ്രേഷ്ഠനായ ഒരു ദൈവദൂതൻ വന്നു. സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകളെക്കുറിച്ച് കരീം എന്ന വാക്ക് പ്രയോഗിക്കില്ല. റസൂലുൻ കരീം എന്നാണ് ഇവിടെ പ്രയോഗം. മനുഷ്യനെക്കുറിച്ച് കരീം എന്ന പദം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആശയം വളരെ ആദരണീയമായ സ്വഭാവങ്ങളും സ്തുത്യർഹമായ ഗുണങ്ങളും ഉള്ളവനെന്നാണ്. അതിശ്രേഷ്ഠമായ ഗുണമുള്ള ഒരു പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം പറഞ്ഞു, അൻ അദ്ദു ഇലയ്യ ഇബാദല്ലാഹ് ഇന്നി ലക്കും റസൂലുൻ അമീൻ. അള്ളാഹുവിൻ്റെ ദാസന്മാരെ എനിക്ക് നിങ്ങൾ വിട്ടുതരിക, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ദൈവദൂതനാകുന്നു. ഇവിടെ മൂസാ നബി പറയുന്ന വചനങ്ങൾ ഒരു സമയത്ത് ഒറ്റടിക്ക് നടത്തിയ ഒരു പ്രഭാഷണമല്ല, അല്ലെങ്കിൽ കാര്യമേ അല്ല. ധാരാളം വർഷങ്ങൾ നീണ്ട കാലഘട്ടത്തിൽ പ്രബോധനത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഫിർഔനോടും അദ്ദേഹത്തിൻ്റെ ആളുകളോടും പറഞ്ഞിട്ടുള്ളതിൻ്റെ സംഗ്രഹം ഇങ്ങനെയാണ്: അദ്ദു ഇലയ്യ ഇബാദല്ലാഹ്. അതിൻ്റെ ഒരു ആശയം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: ഇസ്രായേൽ മക്കളെ എൻ്റെ കൂടെ നിങ്ങൾ വിട്ടയക്കുക. ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് ഇങ്ങനെയാണ്: ദൈവദാസന്മാരെ, എന്നോടുള്ള ബാധ്യത നിറവേറ്റുവിൻ. അതായത് നിങ്ങൾ എന്നെ വിശ്വസിക്കുക. എന്നെ വിശ്വസിക്കുക എന്നാൽ എൻ്റെ ദൈവമായ സ്രഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക. എൻ്റെ സന്ദേശം നിങ്ങൾ സ്വീകരിക്കുക. എൻ്റെ മാർഗദർശനം പിൻപറ്റുക. ഇതാണ് എൻ്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്ക് അർപ്പിച്ചിട്ടുള്ള ബാധ്യത. ഞാൻ നിങ്ങൾക്കൊരു വിശ്വസ്തനായ ദൈവദൂതനാകുന്നു എന്ന് തുടർന്നുള്ള വാക്യം ഈ ആശയത്തോട് പൊരുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹം റസൂലുൻ അമീൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. വിശ്വസ്തനായ ദൈവദൂതൻ എന്ന് വെച്ചാൽ ഭരമേൽപ്പിക്കാൻ യോഗ്യനായ ദൈവദൂതൻ ആണെന്നർത്ഥം. ഈ പ്രവാചകൻ സ്വന്തം വകയായി ഒന്നും കെട്ടിപ്പറയില്ല. ഇച്ഛകളുടെ പൂർത്തീകരണത്തിനോ സ്വാർത്ഥമായ ലാഭങ്ങൾക്കോ വേണ്ടി ഒരു വിധിയും മറിച്ചു പറയില്ല. എന്തിനാണ് എന്നെ അയച്ചത്, എന്താണ് ഞാൻ പഠിപ്പിക്കേണ്ടത്, അതുമാത്രമേ ഞാൻ ജനങ്ങളോട് പറയൂ. അള്ളാഹു എനിക്ക് നൽകിയ വഹി, സന്ദേശം പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് എത്തിക്കും. എന്നെ അയച്ചവൻ എന്തു പറഞ്ഞുവോ അത് യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാതെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണെന്ന് മൂസാ പ്രവാചകൻ
പ്രബോധന ആരംഭിച്ച ഘട്ടത്തിലെ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇങ്ങനെ. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ല തഅലു അലല്ലാഹി ഇന്നി ആതീകും ബിസുൽത്താനി മുബീൻ. അള്ളാഹുവിനെതിരിൽ നിങ്ങൾ ധിക്കാരം പ്രവർത്തിക്കാതിരിക്കുക, ഞാൻ എൻ്റെ നിയമനത്തിന് വ്യക്തമായ പ്രമാണങ്ങൾ അവതരിപ്പിക്കാം. സയ്യിദ് അബ്ദുല്ല മദൂദ് സാഹിബ് ഇതിൻ്റെ ആശയം ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. മൂസാ നബി അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ ധിക്കാരം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് കാണിക്കുന്ന ധിക്കാരമാണ്. കാരണം എൻ്റെ എല്ലാ സന്ദേശങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്. ഏതെല്ലാം സന്ദേശങ്ങളെ നിങ്ങൾ എതിർക്കുന്നുവോ അതൊന്നും എൻ്റെ സന്ദേശങ്ങളല്ല, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന നിലയിൽ അവ വിശദീകരിച്ചു തരിക മാത്രമാണ് ഞാൻ അള്ളാഹുവിൽ നിന്ന് നിയുക്തൻ തന്നെയോ എന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ടവനാണ് എന്നതിന് സുവ്യക്തമായ പ്രമാണങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. ഈ പ്രമാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ദിവ്യാത്ഭുതമല്ല. ഫിർഔൻ്റെ കൊട്ടാരത്തിൽ ആദ്യം എത്തിയത് മുതൽ ഫറോവോൻ്റെ അന്ത്യം വരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വർഷങ്ങളോളം തുടർച്ചയായി അയാളുടെയും അയാളുടെ അനുയായികൾക്കും കാണിച്ചു കൊടുത്ത ദിവ്യാത്ഭുതങ്ങളുടെ നീണ്ട പരമ്പരയാണ്. ഒരു ദൃഷ്ടാന്തത്തെ അവർ തള്ളിക്കളയുമ്പോൾ അദ്ദേഹം അതിനേക്കാൾ വലിയ മറ്റൊരു സുവ്യക്ത ദൃഷ്ടാന്തം അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു സുഹ്റുഫിൽ ഇക്കാര്യം അള്ളാഹു വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. ശേഷം ഫിർഔനോട് പറയുന്നത് മൂസാ നബി ഇങ്ങനെയാണ്: വഇന്നി ഊതു ബിറബ്ബി വറബ്ബിക്കും അൻ തർജുമൂൻ വഇല്ലം തുക്മിനൂലി ഫഅ്തസിലൂൻ ഫദഅ റബ്ബഹു അന്ന ഹൗലായി ഖൗമുൻ മുജ്രിമൂൻ. വഇന്നി ഊതു, ഞാൻ എന്ത് ചെയ്യുന്നു, ശരണം തേടിയിരിക്കുന്നു, ബിറബ്ബി വറബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും നാഥനിൽ. ഇതൊരു വല്ലാത്ത പ്രയോഗമാണ്. എൻ്റെ രക്ഷിതാവിൽ നിന്നല്ല. എൻ്റെ രക്ഷിതാവ് ആരാണോ അള്ളാഹു, ആ അള്ളാഹു തന്നെയാണ് നിങ്ങളുടെയും രക്ഷിതാവ്. വൻ തർജുമൂൻ, നിങ്ങൾ എന്നെ കയ്യേറ്റം ചെയ്യുന്നതിൽ നിന്ന്, എന്നെ കല്ലെറിയുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിലും എന്നെ കയ്യേറ്റം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. ഇതൊരു വല്ലാത്തൊരു പറച്ചിലാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അവതരിപ്പിച്ച ദിവ്യാത്ഭുതങ്ങളെല്ലാം തള്ളിപ്പറയുന്നതിൽ ഫറോവനും അടുത്ത അനുയായികളും ഉറച്ചു നിന്നു. എന്നാൽ ആ ദൃഷ്ടാന്തങ്ങൾ കണ്ട ഈജിപ്തിലെ സാധാരണക്കാരും ഉന്നതന്മാരും ദിവസം പ്രതി അതിൻ്റെ സ്വാധീനത്തിന് കൂടുതൽ വിധേയരായി മൂസാ നബിയിൽ വിശ്വസിച്ചു. പിന്നീട് കാലിനടിയിൽ മണ്ണ് നീങ്ങിപ്പോകുന്നതുകൊണ്ട് അയാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ വധിക്കാൻ തീരുമാനിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം സൂറ അൽ മുക്മിനിൽ ഇങ്ങനെ പറയുന്നത്: ഇന്നി ഊതു ബിറബ്ബി വറബ്ബിക്കും മിൻ കുല്ലി മുതകബ്ബിരിൻ ലാ യുഅ്മിനൂന ബിയൗമിൽ ഹിസാബ്. വിചാരണനാളിൽ വിശ്വസിക്കാത്ത അഹങ്കാരികളിൽ നിന്നൊക്കെയും ഞാൻ, അഥവാ എൻ്റെയും നിങ്ങളുടെയും നാഥനിൽ ശരണം തേടിയിരിക്കുന്നു. ഇവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ വാക്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഫറോവനോടും രാജ്യപ്രമാണികളോടും ഇങ്ങനെ പറയാം: നോക്കൂ, ഞാൻ നിങ്ങളുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും അള്ളാഹുവിൽ ശരണം തേടിയിരിക്കുന്നു. ഇത് വിശ്വാസിക്കുണ്ടാവേണ്ട ഈമാനികമായ ഒരു കരുത്താണ്. നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു ആ പ്രാർത്ഥന കേൾക്കും. നമ്മൾ ശരണം തേടിയാൽ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും. മൂസ പറയുന്നത്, എന്നെ നിങ്ങൾ ഉപദ്രവിക്കുന്ന ഒഴിവാക്കണം, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചൊരു സാധുവായി ജീവിച്ചുകൊള്ളാമെന്നല്ല. അതൊരു വെല്ലുവിളിയായി ആത്മധൈര്യത്തോടെയും ഇസ്സത്തോടെയുമുള്ള വർത്തമാനമാണ്. നോക്കൂ, ഞാൻ നിങ്ങളുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും അള്ളാഹുവിൽ ശരണം തേടിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്നെ യാതൊന്നും ചെയ്യാനാവുകയില്ല. എന്നാൽ നിങ്ങൾ സ്വന്തം നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ ആക്രമിക്കുന്നതിന് വിരമിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ എന്നെ കയ്യേറ്റം ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ ഭയങ്കരമായ ദുഷ്ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാനമായി പറയുന്ന കാര്യം ഇതാണ്: ഫദഅ റബ്ബഹു അന്ന ഹൗലായി ഖൗമുൻ മുജ്രിമൂൻ. അള്ളാഹുവിനെ അഥവാ തൻ്റെ നാഥനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ജനം അധർമ്മികളാണ്. ഖൗമുൻ മുജ്രിമൂൻ, ആ പറച്ചിൽ നിൻ്റെ ശിക്ഷ വേണമെങ്കിൽ ആവാമെന്ന അർത്ഥത്തിലാണ്. ഈ ജനം അധർമ്മികളാണ്, അതായത് അവർ അധർമ്മികളാണെന്ന കാര്യം ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞിരിക്കുന്നു. അവരോട് ഇനിയൊരു ദാക്ഷിണ്യം കാണിക്കാനോ അവരുടെ സംസ്കരണത്തിന് വേണ്ടി കൂടുതൽ സമയം അനുവദിക്കാനോ ഒരു പഴുതും ഇല്ല. ഇപ്പോൾ
റബ്ബിങ്കിൽ നിന്ന് അവസാന തീരുമാനം പ്രഖ്യാപിക്കാൻ സമയമായിരിക്കുന്നു. അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നു, അവരെ നശിപ്പിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധന പ്രവർത്തനത്തിൽ നമുക്കുള്ള മാതൃകയും സന്ദേശവുമൊക്കെ ഈ സൂക്തങ്ങളും തുടർന്നുള്ള ആയത്തുകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ്റെ ആശയം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.